സിനിമകളിലും സീരിയലുകളിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ദിയ ദീപൻ എന്ന നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. തൻ്റെ ചിത്രം ഉപയോഗിച്ച് പലരും പരസ്യചിത്രങ്ങൾ ചെയ്യുന്നു, പല വെബ്സൈറ്റുകളിലും ഇടുന്നു. ഇതൊന്നും തൻ്റെ അനുവാദമില്ലാതെയാണ്. താൻ എന്തെങ്കിലും അഡ്വർടൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, താൻ എന്തെങ്കിലും പ്രൊമോഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് തൻ്റെ പ്രൊഫൈലിലൂടെ മാത്രമായിരിക്കും. അല്ലാതെ തൻ്റെ ചിത്രം വെച്ച് പുറത്ത് എവിടെ വന്നാലും അതൊന്നും തൻ്റെ ഭാഗത്തായിരിക്കില്ല എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നടി വെളിപ്പെടുത്തുന്നത്. പലരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമാണത്. നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും പറയുന്നുണ്ട്. എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ കൂടാതെ തന്നെ ചില വ്യാജ 18+ വെബ്സൈറ്റുകളിലും പരസ്യചിത്രങ്ങളിലും ഒക്കെ തന്നെയും എൻ്റെ ചിത്രങ്ങൾ നിയമവിരുദ്ധമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ ലൈംഗിക സേവനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഈ പോസ്റ്റുകളിൽ വ്യാജമായി അവകാശപ്പെടുന്നു. കൂടാതെ എന്നെയോ എൻ്റെ അറിവുമില്ലാതെ ഒരു വാട്സപ്പ് നമ്പറും പേരും ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതുപോലെ ഇത്തരത്തിൽ മുൻപോട്ട് പോകുന്നവരുമായി ഞാൻ നിയമപരമായി തന്നെ പോരാടും. ഇതാണ് എനിക്ക് അറിയിക്കാനുള്ളത്. ഇത് പൂർണ്ണമായും വ്യാജമാണ് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വെബ്സൈറ്റുകളുമായോ പരസ്യങ്ങളുമായോ അല്ലെങ്കിൽ അതിൽ നൽകിയിട്ടുള്ള കോൺടാക്റ്റ് വിവരങ്ങളിലുള്ള വ്യക്തിയുമായോ എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ദിയ ദീപൻ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനോടകം തന്നെ സൈബർ ക്രൈമിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളോ പരസ്യങ്ങളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി അവ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. സാധ്യമെങ്കിൽ അവ റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ വിവരം എന്നെ അറിയിക്കുകയും എന്നെ പിന്തുണയ്ക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അത്രയും അധികം ആളുകളാണ് ഇത് എവിടെ ഉണ്ടെന്നും ഇതെങ്ങനെയാണെന്നും ഇതിൻ്റെ ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ എന്നെ അറിയിക്കുകയും കൃത്യസമയത്ത് എനിക്കത് ഇടപെടാനും സാധിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്നതിൽ നിന്നും എനിക്ക് തടയാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നടി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ നടിയുടെ ചിത്രങ്ങളെടുത്ത് മോശമായി പ്രചരിപ്പിക്കുന്ന രീതി ആദ്യമായി കാണുന്നതല്ല. അതുകൊണ്ട് തന്നെ നടിക്ക് ഇത്തരത്തിൽ സംഭവിച്ചത് വളരെ അധികം തന്നെ വേദനാജനകമാണെങ്കിലും എല്ലാവരും അത് നടിയോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അത് വ്യാജമാണ് എന്ന് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് പേടിക്കേണ്ട. ഞങ്ങളാരും വിശ്വസിച്ചിട്ടുമില്ല. വ്യാജമാണ് എന്നുള്ളത് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊക്കെ തന്നെ പ്രവർത്തിച്ചത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത്തരം വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെയാണ് ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.